അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ തിട്ടൂരങ്ങളെയും ഉപരോധ ഭീഷണികളെയും പുല്ലുവില കൽപ്പിച്ച് ഇന്ത്യ. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി ഇന്ത്യക്ക് അമേരിക്ക നൽകിയിരുന്ന ഇളവ് ജൂൺ 17 അവസാനിച്ചതാണ്. എന്നാൽ ഈ വിലക്കുകളെ കാറ്റിൽ പറത്തി ജൂൺ മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സർവകാല റെക്കോർഡിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ട്രംപ് എന്ത് പറയുമെന്നോ അമേരിക്ക എന്ത് ഉപരോധം കൊണ്ടുവരുമെന്നോ ഭയക്കാതെ പ്രതിദിനം 26.6 ലക്ഷം ബാരൽ എണ്ണയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. ഇന്ത്യയുടെ ഈ തന്റേടത്തിന് മുന്നിൽ ട്രംപിനും അമേരിക്കയ്ക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല. ജൂൺ 17 ശേഷം എന്ത് സംഭവിക്കും എന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോഴാണ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ നയതന്ത്ര കരുത്ത് പുറത്തെടുത്തത്. ഒരു വശത്ത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി റെക്കോർഡിലെത്തിച്ചപ്പോൾ അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് ഇന്ത്യ പകുതിയിലധികമായി കുറച്ചു. അതായത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ആരുടെയും ഔദാര്യമല്ലെന്നും അത് തീരുമാനിക്കുന്നത് അമേരിക്ക അല്ലെന്നും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയത്. ഇതിനൊപ്പം തന്നെ UAE-യിൽ നിന്നുള്ള ഇറക്കുമതി 6.36 ലക്ഷം ബാരലാക്കി ഉയർത്തിയതും മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ചും തങ്ങളുടെ ഊർജ്ജ ശൃംഖലയെ ഏത് ഉപരോധങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യ മാറ്റിമറിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക പ്രതികരിക്കാത്തത്? അവിടെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയതന്ത്ര വിജയം. ഇന്ത്യയെ ഉപരോധിച്ചാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും എന്ന് ട്രംപിന് നന്നായി അറിയാം. ഇന്ത്യയെ പിണക്കിയാൽ ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. മാത്രമല്ല, പശ്ചിമേഷ്യൻ യുദ്ധം ഒന്ന് കെട്ടടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ റിഫൈനറികൾക്കെതിരെ അമേരിക്ക എന്തെങ്കിലും ഉപരോധം കൊണ്ടുവന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. അത് അമേരിക്കയിലെ പണപ്പെരുപ്പം കൂട്ടുകയും സ്വന്തം നാട്ടിൽ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ നവംബറിൽ ഒരു ഇലക്ഷനും വരുന്നുണ്ടല്ലോ. ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധ പ്രതിസന്ധികൾക്കിടയിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സാഹചര്യത്തെ ഇന്ത്യ അതിജീവിച്ചത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വിജയം തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക വിലക്കുകൾക്കോ തിട്ടൂരങ്ങൾക്കോ ഇനി ഇന്ത്യയെ ഭയപ്പെടുത്താനാകില്ല എന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഈ പുതിയ ഇന്ത്യ ആരുടെയും അനുവാദമില്ലാതെ തന്നെ വളരുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.